ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. നമ്മളിന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് ഫിസിയോളജിയിലത്തെ ഫസ്റ്റ് മൊഡ്യൂളാണ്. സോ നെർവസ് സിസ്റ്റം എന്നാണ് നമ്മളുടെ ഈ ഒരു മൊഡ്യൂളിൻ്റെ പേരായിട്ട് വരുന്നത്. സോ നമ്മളിതിൽ മേജറായിട്ട് നോക്കുന്നത് നെർവസ് സിസ്റ്റം എന്താണെന്നോ അതിൽ കാര്യമായിട്ട് എന്തൊക്കെ എത്ര തരം നെർവസ് സിസ്റ്റം വരുന്നുണ്ട്. CNS, അതേപോലെ തന്നെ PNS സെൻട്രൽ നെർവസ് സിസ്റ്റം, അതേപോലെ പെരിഫറൽ നെർവസ് സിസ്റ്റം, പിന്നെ നെർവസ് ടിഷ്യൂ എന്താണ്, ദെൻ അതിനുശേഷം ഇതിൻ്റെ ഒരു പാസിങ്, ഇത് ഈ നെർവസ് സിസ്റ്റം ന്യൂറോണിൻ്റെ ഒരു പാത്ത് വേ എങ്ങനെ, അതേപോലെ ഇലക്ട്രിക്കൽ പവർ എങ്ങനെ പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് ഒരു മെസ്സേജ് കറക്റ്റായിട്ട് പാസ് ചെയ്യുന്നത്, നെർവ് ഇമ്പൾസ് എങ്ങനെ പാസ് ചെയ്യുന്നു, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യമാണ് ഇതിൽ മേജറായിട്ട് നോക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് നെർവസ് സിസ്റ്റം. ആ നെർവസ് സിസ്റ്റം പ്ലേസ് എ റോൾ ഇൻ എവറിത്തിങ് വി ഡു. നമ്മളുടെ ഒരു ബോഡിയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും, വാട്ടെവർ നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ നെർവസ് സിസ്റ്റം ഒരു വലിയൊരു റോള് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദ ത്രീ മെയിൻ പാർട്സ് ഓഫ് യുവർ നെർവസ് സിസ്റ്റം ആർ ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. മേജറായിട്ടുള്ള നമ്മളെ നെർവസ് സിസ്റ്റത്തിൻ്റെ മേജറായിട്ടുള്ള 3 ഏരിയയാണ് ഏതൊക്കെയാണ്? നമ്മളെ ബ്രെയിന്, സ്പൈനൽ കോഡ്, പിന്നെ നെർവ്സോട്. അതിൽ ബ്രെയിനും സ്പൈനൽ കോഡാണ് നമ്മളെ ഇതിൽ വരുന്നത്. നമ്മളെ മേജറായിട്ട് നമ്മളെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് നമ്മളെ ബ്രെയിനും സ്പൈനൽ കോഡും. ഇപ്പം തന്നെ പറഞ്ഞു വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ അടുത്തടുത്ത ഭാഗങ്ങളായിട്ട് പറഞ്ഞു പോകുന്നത്. ഇറ്റ് ഈവൻ റെഗുലേറ്റ്സ് ദ തിങ്സ് യു ഡു don't think about like digestion. It contains the central nervous system and peripheral nervous system. ഏതാണ് നമ്മളെ എല്ലാ ഏരിയയും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് തിങ്ക് ചെയ്യുന്നു, എന്ത് ഫീൽ ചെയ്യുന്നു, ആ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതിൽ ആർക്കുണ്ട്? നമ്മളെ നെർവസ് സിസ്റ്റത്തിന് ഒരു മേജർ ഏരിയ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മേജർ ഫങ്ഷനാണ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. നെർവസ് സിസ്റ്റം ഈസ് അവർ ബോഡീസ് കമാൻഡ് സെൻറ്റർ. നമ്മളൊരു കമാൻഡ് സെൻറ്റർ ആണ്, അല്ലെങ്കിൽ ഒരു ഓർഡർ പാസ് ചെയ്യുന്ന, അല്ലെങ്കിൽ മെസ്സേജസും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുക, അതിൻ്റെ ഒരു മേജർ കമാൻഡർ സെൻറ്ററും കൂടിയാണ് ഇത് നമ്മളെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് യുവർ ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ, എന്തൊക്കെ വെച്ചിട്ടാണ് നമ്മളെ നെർവസ് സിസ്റ്റത്തിന് ഡെവലപ്പായിട്ടുള്ള, അല്ലെങ്കിൽ ഏതൊക്കെയാണ് അതിൻ്റെ മേജർ ഭാഗങ്ങൾ എന്നാണ് പറയുന്നത്. നെർവസ് സിസ്റ്റം വർക്ക്സ് ബൈ സെൻഡിങ് മെസ്സേജസ് ഓർ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ബിറ്റ്വീൻ അവർ ബ്രെയിൻ ആൻഡ് ഓൾ ദ പാർട്സ് ഓഫ് അവർ ബോഡി. എന്താണ് നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മെസ്സേജസ് സെൻഡ് ചെയ്യുന്നു, ഇലക്ട്രിക്കൽ സിഗ്നൽസ് പാസ് ചെയ്യുന്നു. എങ്ങനെ? നമ്മളെ ബ്രെയിനിലേക്കും നമ്മളെ ബോഡിയിലത്തെ മറ്റു പാർട്സിലേക്കും, ടു ദ ബ്രെയിൻ ആൻഡ് ഫ്രം ദ ബ്രെയിൻ. നമ്മളെ ബ്രെയിനിലേക്ക് ബോഡി പാർട്സിൽ നിന്ന് അങ്ങോട്ടും, അതേപോലെ ബ്രെയിനിൽ നിന്ന് ബോഡി പാർട്സിൽ നിന്ന് ഇങ്ങോട്ടും നമ്മൾ പാസ് ചെയ്യുന്നത് ഏതാണ്? നമ്മളെ നെർവസ് സിസ്റ്റം ആണെന്നാണ് പറയുന്നത്. ദീസ് സിഗ്നൽസ് ടെൽ ടു ബ്രീത്ത്, മൂവ്, സ്പീക്ക് ആൻഡ് സീ. For example, our nervous system keeps track of what's going on inside and outside of your body and decides how to respond to any situation we are in. എന്താണ് ഈ ഒരു സിഗ്നൽസിനാണ് എന്ത് പറയുന്നത്? നമ്മളെങ്ങനെ ബ്രീത്ത് ചെയ്യണം, മൂവ് ചെയ്യണം, സ്പീക്ക് ചെയ്യുന്നണോ, കാണണം, പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മളൊരു ഇൻസൈഡും ഔട്ട്സൈഡും നമ്മളൊരു ബോഡി എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇതാക്കുന്നത്, ഡിസൈഡ് ചെയ്യുന്നതും ആ സിറ്റുവേഷനും കാര്യങ്ങളും എന്താണെന്നുള്ളതും മനസ്സിലാക്കുന്നത് മേജറായിട്ട് എന്താണ്? നമ്മളെ നെർവസ് സിസ്റ്റമാണ്. സോ ഒരുവിധം നമ്മളെ ബോഡിയിൽ നടക്കുന്ന എല്ലാ ഫങ്ഷൻസും കമാൻഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മളെ ഈ ഒരു നെർവസ് സിസ്റ്റം ആണെന്നാണ് പറയുന്നത്. സോ അതിന് നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു കാര്യം അവിടെ ഒരു പിക്ചർ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നെർവ് സെല്ല്, ബ്രെയിന്, സ്പൈനൽ കോഡ്. സോ ഇതിൽ ഈ പിങ്ക് ഏരിയ, ഈ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡാണ് എന്ത് ഇതിൽ ഈ ഒരു പിങ്ക് ഏരിയ ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. ദെൻ ദ പെരിഫറൽ നെർവസ് സിസ്റ്റം ആണ് ഏത്? ഈ യെല്ലോ പോർഷനായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ഇത്രയാണ് നമ്മൾ എന്ത് നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ഇൻട്രോ, അല്ലെങ്കിൽ ആ ഒരു ഭാഗമായിട്ട് പറയുന്നത്. സോ നമ്മൾ അതിൽ തന്നെ നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്ന ഒരു ഏരിയയാണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക്കായിട്ടാണ് അവിടെ വരുന്നത് എന്ത്? നമ്മളെ വാട്ട് ഡസ് ദ നെർവസ് സിസ്റ്റം ഡു. നെർവസ് സിസ്റ്റം എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു നെർവസ് സിസ്റ്റം ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇൻട്രോ ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ പറഞ്ഞിരുന്നു. സോ നെർവസ് സിസ്റ്റം എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ഏരിയ ആയിട്ട് അവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അവർ നെർവസ് സിസ്റ്റംസ് മെയിൻ ഫങ്ഷൻ ഈസ്
ടു സെൻഡ് മെസ്സേജസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് യുവർ ബോഡി ടു യുവർ ബ്രെയിൻ. നമ്മളെ വേരിയസ് ആയിട്ടുള്ള പാർട്സിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് അവിടെ വരണമെന്നുണ്ടെങ്കിൽ നമ്മളെ വേരിയസ് ആയിട്ടുള്ള പാർട്സിൽ നിന്ന് എന്ത് ചെയ്യുക, ബ്രെയിനിക്ക് നമ്മളെ മെസ്സേജസും കാര്യങ്ങളും എത്തിക്കുക. നമ്മൾ പറഞ്ഞ പോലെ ഔട്ട് ബോക്സ് ആൻഡ് ഇൻബോക്സ് ആയിട്ടാണ് നമ്മൾ നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഫ്രം യുവർ ബ്രെയിൻ ബാക്ക് ഔട്ട് യുവർ ബോഡി ടു ടെൽ യുവർ ബോഡി വാട്ട് ടു ഡു. ഇപ്പോൾ നമ്മളൊരു പാമ്പിനെ കണ്ടു കഴിയുകയാണെങ്കിൽ നമുക്ക് ഒരു കാലനക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാലിനൊരു മൂവ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആ ഒരു മെസ്സേജ് ബ്രെയിനിലേക്ക് എത്തിക്കുക നെർവസ് സിസ്റ്റം ആയിരിക്കും. ദെൻ അതിന് ശേഷം അവിടെ രണ്ടാമതായിട്ട് എന്ത് ചെയ്യുക, അവിടെ അങ്ങനെ ആ ഒരു കാല് പൊക്കണം എന്നുണ്ടെങ്കിൽ ആ ബ്രെയിൻ അവിടെ നിന്ന് പറയുകയാണ് യു മസ്റ്റ് ലിഫ്റ്റ് യുവർ ലെഗ്, അല്ലെങ്കിൽ കാല് പൊക്കണം എന്നുള്ളൊരു കാര്യം രണ്ടാമതായിട്ട് അവിടെ പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യാണ്, ആ ഒരു കാര്യം രണ്ട് മെസ്സേജസും ബോഡി പാർട്സിൽ നിന്ന് അങ്ങോട്ടുള്ള മെസ്സേജും ബ്രെയിനിൽ നിന്ന് തിരിച്ച് വാട്ട് ടു ഡൂ എന്നുള്ളൊരു മെസ്സേജും പാസ് ചെയ്യുന്നത് എന്താണ്, നമ്മളുടെ നെർവസ് സിസ്റ്റം ആണെന്നാണ് പറയുന്നത്. ദീസ് മെസ്സേജസ് റെഗുലേറ്റ് അവർ തോട്ട്സ്, മെമ്മറി, ലേണിംഗ് ആൻഡ് ഫീലിങ്സ്. നമ്മളൊരു കോഗ്നിഷൻ പ്രോസസ്സ്, നമ്മളെ ചിന്തിക്കുന്നതും മെമ്മറി, ലേണിങ്, ഫീലിങ്സ് എന്നുള്ളൊരു കാര്യങ്ങളെ റെഗുലേറ്റ് ചെയ്യും ഈ ഒരു മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസിങ് എടുക്കുമ്പോൾ. മൂവ്മെൻറ്റ്സ്, നമ്മളെ സെറിബെല്ലാണ്, നമ്മളെ ബ്രെയിനിൻ്റെ ഏരിയത്തെ സെറിബെല്ല, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, നെർവ്സ്, അതിൻ്റെ ഒരു കൂട്ടാണ് നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ നെർവസ് സിസ്റ്റം എന്നുള്ളതിനെ പറയുക. മൂവ്മെൻറ്റ്സ്, ബാലൻസ് ആൻഡ് കോർഡിനേഷൻ, നമ്മളെ ബോഡി ബാലൻസും അതേപോലെ ബോഡി മൂവ്മെൻറ്റ്സിൻ്റെ കോർഡിനേഷനും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യും. സെൻസസ്, ഹൗ യുവർ ബ്രെയിൻ ഇൻ്റർപ്രറ്റ്സ് വാട്ട് യു സീ, ഹിയർ, ടേസ്റ്റ്, ടച്ച് ആൻഡ് ഫീൽ. നമ്മൾ എന്തൊക്കെ ഫീൽ ചെയ്യുന്നു, എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നു, എന്തൊക്കെ ടേസ്റ്റ് ചെയ്യുന്നു, എന്തൊക്കെ കേൾക്കുന്നു, എന്തൊക്കെ കാണുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ കൺട്രോൾ ചെയ്യും. വൺ ഹീലിംഗ്, നമുക്കൊരു മുറിവോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിനെ ഇതാക്കാൻ വേണ്ടിയിട്ട്, കാരണം എന്താ, ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം ബ്രെയിനിലേക്ക് അവിടെ മെസ്സേജ് എത്തി. ദെൻ സ്ലീപ്പ്, അവിടെയാണ് നമ്മൾ ഈ പ്രോപ്പറായിട്ട് ആ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ഡയബറ്റീസ് പേഷ്യൻസിൻ്റെയിലൊക്കെ അവിടെ നെർവ്സിൽ അല്ലെങ്കിൽ ഓരോ ന്യൂറോ കെമിക്കൽസിലൊക്കെ കുറവും കാര്യങ്ങളും വരുമ്പോൾ അല്ലെങ്കിൽ മെറ്റബോളിസം കൂടുമ്പോഴൊക്കെയാണ് എന്ത്, ആ ഒരു കാര്യം മുറിവിലും കാര്യങ്ങളിലൊക്കെ ഹീലിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പ്രശ്നം വരിക. സ്ലീപ്പ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. ആ ഒരു കാര്യത്തിനെ റെഗുലേറ്റ് ചെയ്യും. ഹേർട്ട് ബീറ്റ് ആൻഡ് ബ്രീത്തിങ് പാറ്റേൺസ്, നമ്മളെ വോളണ്ടറി ആയിട്ടുള്ള ഹേർട്ട് ബീറ്റും അല്ല ഇൻവോളണ്ടറി ആയിട്ടുള്ള ഹേർട്ട് ബീറ്റും ബ്രീത്തിങ് പാറ്റേൺസും കൺട്രോൾ ചെയ്യും, റെഗുലേറ്റ് ചെയ്യും. റെസ്പോണ്ട് ടു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഇൻക്ലൂഡിങ് സ്വെറ്റ് പ്രൊഡക്ഷൻ, നമുക്കൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് കാര്യങ്ങൾ വരികയാണെങ്കിൽ അതിനെ റെസ്പോൺസ് ചെയ്യുക. അതുപോലെ ഒരു സ്വെറ്റ് പ്രൊഡക്ഷൻ, ഒരു വേർപ്പും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഒരു മേജറായിട്ട് ഡൈജഷൻ, നമ്മളൊരു ദഹന പ്രക്രിയ, ആ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ നോക്കുക. ദെൻ ബോഡി പ്രോസസ്സസ് സച്ച് ആസ് പ്യൂബർട്ടി ആൻഡ് ഏജിങ്, നമ്മളെ പ്യൂബർട്ടി സ്റ്റേജ് ആഫ്റ്റർ 12 ഏജാണ് നമുക്ക് പ്യൂബർട്ടി സ്റ്റേജ് ആവുക. അപ്പോൾ അതിൽ നമ്മളൊരു പ്യൂബർട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് പറഞ്ഞാൽ മെയിൽ ട്രൈറ്റോ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ട്രൈറ്റോ നമുക്ക് ഏതാണെന്നുള്ളതൊരു കാര്യം, നമ്മളൊരു ജെൻഡറിൻ്റെ ഒരു കാര്യങ്ങൾ, ഇപ്പോൾ ഫേഷ്യൽ ഗ്രോത്ത്, അതേപോലെ ഹോർമോണൽ ബാലൻസ്, അതുപോലെ നമ്മളെ സെക്ഷൽ ഫീലിങ്സ്, അങ്ങനെ പല പല കാര്യങ്ങളാണ് പ്യൂബർട്ടി സ്റ്റേജിൽ വരുന്നുണ്ടായിരിക്കുക. ആ ഒരു കാര്യം എന്താണ്, നമ്മൾ ഈ ഒരു നെർവസ് സിസ്റ്റത്തിന് അതിൽ വലിയൊരു റോളുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ നെർവസ് സിസ്റ്റത്തിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേജറായിട്ടുള്ള ഫങ്ഷൻസ് എന്നുള്ളൊരു കാര്യം പറയുന്നത്. ദെൻ ഹൗ ഡസ് ദ നെർവസ് സിസ്റ്റം വർക്ക്, എന്താണ് അവർ നെർവസ് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. അവർ നെർവസ് സിസ്റ്റം യൂസസ് നെർവ് സെൽസ് കാൾഡ് ന്യൂറോൺ ടു സെൻഡ് സിഗ്നൽസ് ഓർ മെസ്സേജ് ആൾ ഓവർ അവർ ബോഡി.